സംസ്ഥാനത്തെ പോലീസ് ലോക്കപ്പ് മർദ്ദനങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് നേരിട്ട പോലീസ് മർദ്ദനങ്ങളെ പറ്റിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ നിയമസഭാ പ്രസംഗം വായിച്ചായിരുന്നു റോജി എം ജോൺ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. സർ, 1977 മാർച്ച് 30 ഈ നിയമസഭയിലെ ഒരു അംഗം വളരെ വൈകാരികമായി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഏതാനും ഭാഗങ്ങൾ ഞാൻ വായിക്കാം. അവർ 2 പേർ ആദ്യ റൗണ്ട് അടിച്ചു. CI അടക്കം 3 പോലീസുകാർ പിന്നീട് കടന്നു വന്നു. അങ്ങനെ 5 ആയി. 5 ആളുകളിട്ട് തല്ലുകയാണ്. എല്ലാ രീതിയിലും തല്ലി. പല പ്രാവശ്യം വീണു, പല പ്രാവശ്യം എണീറ്റു. അവസാനം എണീക്കാൻ വയ്യാത്ത അവസ്ഥയായി. സർ, ഈ നിയമസഭയിലെ ഒരു അംഗം തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗം അതേ അംഗം ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള കേരള പോലീസ് സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ മൃഗീയമായി തല്ലിച്ചതച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഇപ്പോഴുള്ളത് ജനാധിപത്യ കാലത്തെ പോലീസാണോ അതോ രാജഭരണകാലത്തെ പടയാളികളാണോ എന്നും റോജി എം ജോൺ ചോദിച്ചു. സമീപകാലത്തുയർന്ന പരാതികൾ മുഴുവൻ പരാമർശിച്ചായിരുന്നു പ്രതിപക്ഷാംഗത്തിന്റെ പ്രസംഗം. പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ ചോദ്യം ചെയ്യാൻ അവകാശമുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ നികുതി പണത്തിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന പോലീസുകാരെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ആ പാവം തെറ്റിദ്ധരിച്ചു പോയി. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ, നീ ആരടാ ഇത് ചോദിക്കാൻ എന്ന് പോലീസ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്, ക്ലബിന്റെ പ്രസിഡന്റാണ് എന്നൊക്കെ പറഞ്ഞു. നീ അധികം നേതാവ് കളിക്കണ്ട എന്ന് പറഞ്ഞ് സുജിത്തിന്റെ തോളിൽ കയറി പിടിക്കുന്ന പോലീസുകാരൻ. സർ, രാജഭരണകാലത്തെ രാജാവിന്റെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത പടയാളികളാണ് ഈ പോലീസുകാർ, യൂണിഫോം ഇട്ട ആളുകളെന്ന് ഈ പാവപ്പെട്ട സുജിത്ത് കരുതിയില്ല സർ. അതേസമയം ആരോപണങ്ങൾ തള്ളി ഭരണപക്ഷത്തു നിന്ന് സേവ്യർ ചിറ്റിലപ്പള്ളിയും ഇ ചന്ദ്രശേഖരനും സംസാരിച്ചു. LDF സർക്കാരിന്റെ പോലീസ് നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന് ഇരുവരും പറഞ്ഞു. കുന്നംകുളത്തെ 2.5 വർഷം മുമ്പുള്ള കസ്റ്റഡി മർദ്ദനം എന്തുകൊണ്ട് പ്രതിപക്ഷം ഇത്രകാലം ഉന്നയിച്ചില്ല എന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി ചോദിച്ചു. ആരോപിക്കപ്പെട്ട സംഭവം നടന്നതിന് ശേഷം 2023 ആഗസ്റ്റ് 7 മുതൽ ഈ സഭയുടെ 9ാം സമ്മേളനവും 2025 ജനുവരി 17 മുതൽ 13ാം സമ്മേളനവും നടന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്ന ആരോപണം സംബന്ധിച്ച് മേൽപ്പറഞ്ഞ സഭാ സമ്മേളനങ്ങളിൽ ഒന്നും ഉന്നയിക്കാത്ത വിഷയമാണ് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞ് 14ാം സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. ഇത് അവതാരകനും അല്ലെങ്കിൽ കോൺഗ്രസിനും യാതൊരു പ്രാധാന്യവുമില്ലാത്ത കാര്യമാണ്. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി മാത്രമാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ്. അങ്ങിങ്ങായി കാണുന്ന ഏറ്റവും ചെറിയ പുഴുക്കുത്തുകൾ തീർച്ചയായും പോലീസ് സേനക്കകത്തുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്തരം പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നടപടികൾ ഓരോന്നും ഇവിടെ എണ്ണി പറയാൻ നമുക്ക് കഴിയും. എത്ര ആളുകളെയാണ് സർ പോലീസ് സേനയിൽ നിന്നിപ്പോൾ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നത്? ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ശ്രീജിത്ത്, ചർച്ച പുരോഗമിക്കുകയാണ്. ഇതുവരെ സംസാരിച്ചവരൊക്കെ സമീപകാലത്തുയർന്നു വന്ന ആരോപണങ്ങൾ സൂചിപ്പിച്ചു. അതിന് ഭരണപക്ഷത്തിന്റെ മറുപടി ഉണ്ടാകുന്നു. ഈ വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ സഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം ആലോചിക്കുമ്പോൾ ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് അത് പോകുമെന്ന് എനിക്ക് തോന്നുന്ന പ്രതിപക്ഷവും കരുതിയിരുന്നില്ല. ഒരു തരത്തിൽ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്തുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കം കൂടിയാണ് ഈ അടിയന്തര പ്രമേയം അനുവദിക്കുക, ചർച്ച അനുവദിക്കുക എന്നത്. ഇനിയുള്ള സഭാ ദിവസങ്ങളിൽ ഈ വിഷയം ഉയർന്നു വരാതിരിക്കുന്നതിനും ഇന്നത്തെ ഈ 2 മണിക്കൂർ ചർച്ച കൊണ്ട് അതിന് പഴുതടക്കുക കൂടിയാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? എന്താണ് സഭയിലെ ഈ ചർച്ചകളുടെ ഒരു ഇതുവരെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഒരു ആകത്തുക? വിജയകുമാർ, പോലീസ് അതിക്രമങ്ങളെ സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ച 1 മണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ പോലീസ് സേനയിൽ നിന്ന് സമീപകാലത്തുണ്ടായ സംഭവവികാസങ്ങളെല്ലാം സഭാതലത്തിൽ ഉയർന്നു വന്നു എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാം. കുന്നംകുളം സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയതെങ്കിലും മറ്റ് സംഭവങ്ങളും കാര്യമായി പരാമർശിക്കുന്നുണ്ട്. പീച്ചി ഡാം പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങൾ, ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായ കസ്റ്റഡി മരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ MLA-മാർ സഭയിൽ ശക്തമായി ഉന്നയിക്കുന്നു. എന്നാൽ കുന്നംകുളത്ത് അക്രമത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ്
സ്ഥിരമായി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് എന്ന ആരോപണമാണ് ഭരണപക്ഷം പ്രതിരോധമായി പറയുന്നത്. ഇത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ള കേസിൽ ഉൾപ്പെട്ട ആളാണ്. എന്നാൽ അന്ന് ഈ മർദ്ദനമേറ്റ കാലത്ത് കുന്നംകുളത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഒരു പ്രതിഷേധ പ്രകടനമോ പന്നകുളത്തിൽ പ്രകടനമോ പോലും ഉണ്ടായിട്ടില്ല എന്നതും ഒരു പ്രതിരോധമായി ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ്. മുൻകാലത്തുണ്ടായ UDF കാലത്ത് അടിയന്തരാവസ്ഥ കാലം മുതൽ ഇങ്ങോട്ടുണ്ടായ പോലീസ് മർദ്ദനങ്ങളെ പറ്റി പറയാനുള്ള ഒരു വേദിയാക്കി ഈ ചർച്ചയെ മാറ്റുകയാണ് ഭരണപക്ഷം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചർച്ച അനുവദിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് മുഖ്യമന്ത്രി വന്നത്. എന്നാൽ പ്രതിപക്ഷത്തിലും ഈ ചർച്ച നടക്കുമെന്നത് അപ്രതീക്ഷിതമായിരുന്നില്ല. ഇന്നലെ LDFന്റെ പാർലമെന്ററി പാർട്ടിയിലും LDF യോഗത്തിലുമൊക്കെ മുഖ്യമന്ത്രി പോലീസ് അതിക്രമങ്ങളെപ്പറ്റി സമയമെടുത്ത് വിശദീകരിച്ചതോടെ ഇത്തരമൊരു ചർച്ചയ്ക്കുള്ള കളമൊരുങ്ങുന്നുവെന്ന് പ്രതിപക്ഷവും മനസ്സിലാക്കിയിരുന്നു. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.